1990 കാലഘട്ടങ്ങളിൽ 1 കിലോ ചാളയുടെ വില എത്രയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ചേച്ചി കിലോയ്ക്ക് 1 രൂപ ഉള്ളൂ. 1 രൂപയായിരുന്നു 1 കിലോ ചാളയുടെ അന്നത്തെ വില. എന്നാൽ ഇന്ന് 1 കിലോ ചാളയ്ക്ക് 360 രൂപ കൊടുക്കണം. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഞാനൊക്കെ കടയിൽ ചെന്നിട്ട് 50 പൈസയ്ക്ക് ചായപ്പൊടി, 1 രൂപയ്ക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു വാങ്ങുമായിരുന്നു. എന്നാൽ ഇന്ന് 1 രൂപയ്ക്ക് വെളിച്ചെണ്ണ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടീസ്പൂണിൽ പോലും തരില്ലായിരുന്നു. കാരണം 500 രൂപയൊക്കെ കടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വെളിച്ചെണ്ണയുടെ വില. അങ്ങനെ സകല സാധനങ്ങളുടെയും വില കൂടിക്കഴിഞ്ഞു. 20 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ വില എത്രയാവുമെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം മുഴുവനും ചെലവഴിക്കാതെ കുറച്ച് മിച്ചം പിടിച്ചിട്ട് വെറുതെ വെച്ചിട്ടും കാര്യമില്ല. ഇന്നത്തെ പണം ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ അത് നല്ല രീതിയിൽ നമ്മൾ നിക്ഷേപിക്കാൻ തയ്യാറാവണം. അങ്ങനെ നിക്ഷേപിക്കുന്ന തുക മെച്യൂരിറ്റിയിൽ സേഫ് ആയിരിക്കുകയും മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ നല്ല റിട്ടേണും കിട്ടുന്ന രീതിയിൽ നിക്ഷേപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണിക്കുന്ന QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും മതി. ഉപ്പ് തൊട്ട് ഉരുക്ക് വരെ നിർമ്മിക്കുന്ന ഇന്ത്യക്കാരുടെ വിശ്വസ്ത ബ്രാൻഡായിട്ടുള്ള ടാറ്റയുടെ കീഴിലുള്ള ടാറ്റ എ ലൈഫിൻ്റെ BSE 500 മൊമെൻ്റ് 50 ഇൻഡെക്സ് ഫണ്ടിൽ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിലൂടെ നിക്ഷേപിക്കാം. ഈ വരുന്ന ഓഗസ്റ്റ് 24 വരെ NAV വില 10 രൂപ എന്ന തോതിൽ നമുക്ക് യൂണിറ്റുകളിൽ സ്വന്തമാക്കാം. ഈ ഒരു NFID ഇൻഡെക്സ് കഴിഞ്ഞ 10 വർഷം 22.9% CAGR റിട്ടേണും ലാസ്റ്റത്തെ 5 വർഷം 36.2% CAGR റിട്ടേണാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇൻഡെക്സിന് തന്നെയാണ് ടാറ്റ എ ലൈഫ് ഈ ഒരു NFOയിലൂടെ റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അതായത് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ 2015 ഈ ഒരു ഇൻഡെക്സിൽ നിങ്ങൾ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്കത് 7.9 ലക്ഷം രൂപയായിട്ട് തിരികെ കിട്ടിയേനെ. അതേസമയം നമ്മൾ ബാങ്കിലിട്ടാലോ വർഷം കിട്ടുക ഒരു 6% മാത്രമാണ്. ഇനി ഇവരുടെ മുൻകാല ഫണ്ടുകളുടെ പെർഫോമൻസ് കൂടി നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. 2022 ഡിസംബറിൽ ഇവർ ലോഞ്ച് ചെയ്ത ഇവരുടെ ടാറ്റ എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടില്ലേ, അതൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു. അതായത് അത് തുടക്ക കാലഘട്ടം തൊട്ട് ഇന്ന് വരെ 28% CAGR റിട്ടേൺ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ തന്നെ 2023 ജൂലൈയിൽ പുറത്തിറക്കിയിട്ടുള്ള സ്മോൾ ക്യാപ് ഡിസ്കവറി ഫണ്ടില്ലേ, അത് 34.8% CAGR റിട്ടേൺ ആണ് ഇതുവരെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവയൊക്കെ കൂടാതെ കഴിഞ്ഞ 5 വർഷമായിട്ട് മറ്റ് 4 ഫണ്ടുകൾ 20%-ലധികം CAGR റിട്ടേൺ നൽകുന്നതായിട്ട് ടാറ്റ എ ലൈഫിനുണ്ട്. അപ്പോൾ ഇവരുടെ മുൻകാല ഫണ്ടുകളുടെ പെർഫോമൻസ് നോക്കിയാൽ വളരെ ഇമ്പ്രസീവാണ്. ഇത് മാത്രമല്ല ഈ ഒരു ഫണ്ടിൻ്റെ ഗുണം നമ്മൾ മാസം തോറും അടക്കുന്ന തുകയുടെ 120 ഇരട്ടി ലൈഫ് കവറേജ് ആ ഒരു സമയത്ത് നമുക്കുണ്ടാവും. ഇപ്പം നിക്ഷേപനം മരണപ്പെടുകയാണെങ്കിൽ ആ ഒരു തുക നോമിനിക്ക് കൈമാറും. തുടർന്ന് നിക്ഷേപകന് വേണ്ടിയിട്ട് കമ്പനി തന്നെ പ്രീമിയം മുഴുവൻ അടയ്ക്കുകയും അതിനുശേഷം മെച്യൂരിറ്റി ടൈമിൽ ആ വലിയ മെച്യൂരിറ്റി തുക കമ്പനി നോമിനിക്ക് കൈമാറുകയും ചെയ്യും. അതുകൂടാതെ ലൈഫ് കവറിൻ്റെ 1% വരുമാനാനുകൂല്യം എന്ന പേരിൽ ഏറ്റവും ചുരുങ്ങിയത് 36 മാസത്തേക്കോ പരമാവധി 120 മാസത്തേക്കോ കുടുംബത്തിന് കമ്പനി കൈമാറുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സുകളുണ്ട് കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ്സായിട്ടുള്ള വ്യക്തിയുടെ ഭാഗത്തിൽ പോലും ആ ഒരു കുടുംബത്തിൻ്റെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നടക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് മറ്റു നിക്ഷേപങ്ങളിലൊന്നും തന്നെ കാണാൻ കഴിയില്ല. പിന്നെ ഇതുകൂടാതെ വർഷത്തിൽ 2 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കുന്നവർക്ക് ഇതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന് ടാക്സ് ഒന്നും അടക്കേണ്ടിയും വരില്ല എന്നൊരു ഗുണവും കൂടി ഇതിനുണ്ട്. പിന്നെ ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അത് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 അല്ലെങ്കിൽ 10 വർഷത്തേക്ക് തുടർച്ചയായിട്ട് നിക്ഷേപിക്കുന്നു. എന്നിട്ട് നമ്മളൊരു 15 അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാങ്കിലിടുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺ പ്രതീക്ഷിക്കാവുന്ന ഒരു ഫണ്ടാണിത്. ഇപ്പോൾ പ്രവാസികളായിരിക്കണമെങ്കിൽ മാസം തോറും ഒരു 18,000 എന്ന തോതിൽ 10 വർഷം നിക്ഷേപിക്കാൻ കഴിഞ്ഞാൽ ഒരു 20 വർഷം കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് 2 കോടി വരെയൊക്കെ റിട്ടേൺ പ്രതീക്ഷിക്കാം. പിന്നെ ഇതിന് 5 വർഷം ലോക്കിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ദീർഘകാലത്തേക്ക് മാറ്റി വയ്ക്കാൻ കഴിയുന്ന ഒരു തുക മാത്രം നമ്മളിവിടെ തിരഞ്ഞെടുക്കുക. അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് 24 മുമ്പ് ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിലുള്ള ലിങ്ക് പരിശോധിക്കാൻ മറക്കണ്ട. അല്ലെങ്കിൽ ഈ കാണിക്കുന്ന QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ ആ ഒരു ലിങ്ക് ചെന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ സംശയം ഉണ്ടെന്ന് പക്ഷേ അവിടെ കോൾ ബാക്ക് റിക്വസ്റ്റ് എടുത്താൽ മതി. ഒരു മലയാളി തന്നെ നിങ്ങൾ വിളിച്ചിട്ട് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ വീട്ടിൽ വന്നിട്ടും നിങ്ങളായിട്ട് നേരിട്ട് സംസാരിക്കും.